Hi guys, welcome back to my YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ എപ്പം യൂസ് ചെയ്താലാണ് എങ്ങനെ യൂസ് ചെയ്താലാണ് നമുക്കതിന് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ പീരിയഡ്സ് മിസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹോർമോണിൻ്റെ പേരാണ് ബീറ്റ HCG ഹോർമോൺ, അതായത് ഹ്യൂമൻ കൊറോണിക് ഗൊനാഡോട്രോപ്പിൻ എന്നാണ് പറയുന്നത്. ഈ ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലൂടെ ബ്ലഡിലൂടെയും അതുപോലെ തന്നെ യൂറിനിലൂടെയും നമുക്ക് എന്ത് ചെയ്യപ്പെടും, പുറന്തള്ളപ്പെടും. അപ്പം ഈ ഒരു യൂറിൻ നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ പ്രഗ്നൻസി നമുക്ക് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നറിയുന്നത്. നോർമലി നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് ഒരു 14 ദിവസമൊക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, ഈ ഒരു HCG എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു സമയത്ത് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ഈ ഒരു ഫെർട്ടിലൈസേഷൻ, അതായത് നമ്മുടെ സ്ത്രീകളിലെ അണ്ടവും പുരുഷനിലെ ബീജവും യോജിച്ച് നമുക്കൊരു ഭ്രൂണം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന ഒരു സമയം നമുക്ക് കറക്റ്റായിട്ട് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓവുലേഷനാണ്. നമുക്കൊരു പീരിയഡ്സ് കഴിഞ്ഞ് ഒരു 14 ഡേയ്സ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരിക, ഓവുലേഷൻ വരിക. അതിനുശേഷം നെക്സ്റ്റ് ഒരു 14 ഡേയ്സ് കഴിഞ്ഞാലാണ് നമ്മുടെ നെക്സ്റ്റ് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കറക്റ്റായിട്ട് ഒരു 28 ഡേയ്സിൻ്റെ സർക്കിൾ ഫോളോ ചെയ്യുന്ന ഒരാളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ 20 ഡേയ്സ് സർക്കിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പീരിയഡ്സ് മിസ്സായതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാവുന്നതാണ്. ഇനി അതല്ല അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്കൊരു 1 വീക്കൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ചില സ്ത്രീകളിൽ ഓവുലേഷൻ നടന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഫെർട്ടിലൈസേഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ കുറച്ച് ഡിലേ വരും. അതുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 1 വീക്കും കൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവ് ആണെങ്കിലാണ് നമുക്ക് നമ്മൾ പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ നമുക്ക് യൂറിന് ഡ്രോപ്പ് ചെയ്യാൻ ഒരു സർക്കിൾ കാണാൻ പറ്റും. ആ ഒരു സർക്കിൾ നമ്മുടെ രാവിലത്തെ മോർണിംഗ് യൂറിൻ എടുത്തിട്ട് ഒരു 2 to 3 ഡ്രോപ്സ് ഓഫ് യൂറിൻ നമ്മൾ അതിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ യൂറിന് നമുക്കിങ്ങനെ പോയിട്ട് നമ്മുടെ ആ ഒരു കിറ്റിൽ 2 ലൈൻസ് ഉണ്ടാകും. ഒരു കൺട്രോൾ ലൈനും ഒരു ടെസ്റ്റ് റിസൾട്ട് ലൈനും. ഈ 2 ലൈനും നമുക്ക് പിങ്ക് കളറിൽ വരികയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കൺട്രോൾ ലൈനായിരിക്കും ആദ്യം വരിക. അത് കഴിഞ്ഞ് മാക്സിമം ഒരു 5 മിനിറ്റ്സ് ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാൻ പറ്റത്തേ ഉള്ളൂ ഈ ടെസ്റ്റ് റിസൾട്ട് ലൈന് പിങ്ക് കളർ ആവാൻ. ആ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് ലൈന് പിങ്ക് കളർ ആവുകയാണെങ്കിൽ നമ്മുടേത് പോസിറ്റീവ് പ്രഗ്നൻസിയാണ്. ഇനി നമുക്ക് കൺട്രോൾ ലൈന് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടേത് നെഗറ്റീവാണ്. ഇനി 2 ലൈനും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ വാങ്ങിയ ടെസ്റ്റ് കിറ്റ് വർക്കിംഗ് അല്ല എന്നുള്ളതാണ്. ഇനി ചില കേസിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് ലൈനും ഭയങ്കര ലൈറ്റ് കളറിലായിരിക്കും വരിക. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഓവുലേഷൻ നടന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടന്നത്. അതുകൊണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലരിലാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വീക്ക് പ്രഗ്നൻസിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രഗ്നൻസി നമുക്ക് എബോഷനായി പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ചിലരിൽ ഹെട്രോടോപ്പിക് പ്രഗ്നൻസിൻ്റെ ലക്ഷണമാണത്. അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ പുറത്ത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കുട്ടി ഉണ്ടാവുക. അതിൻ്റെ ലക്ഷണങ്ങളിൽ വരും. അപ്പോൾ നമ്മൾ അതൊക്കെ വേഗം നോക്കിയിട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. പിന്നെ ചിലർക്ക് വരുന്ന ഒരു ഡൗട്ടാണ് മോർണിംഗ് യൂറിൻ തന്നെ എടുക്കണോ, നമ്മുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മോർണിംഗ് യൂറിൻ എടുക്കണോ എന്നുള്ളത്. നമുക്ക് കൂടുതലും നമ്മുടെ പീരിയഡ്സ് മിസ്സായ ഫസ്റ്റത്തെ 1 അല്ലെങ്കിൽ 2 ഡേയ്സിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് കിട്ടണം, കൂടുതൽ ആക്യുറേറ്റ് ചെയ്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് യൂറിൻ തന്നെ എടുക്കണം. കാരണം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന HCG ഹോർമോണിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ വീക്സ് കഴിയും തോറും നമുക്ക് ഏത് യൂറിൻ എടുത്താലും കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട് കിട്ടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക്